ഹായ് എവരി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ത് ചെയ്തു തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മെൻഡലിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് വിത്ത് ദി ടോൾ പാരൻറ്റ് വേഴ്സസ് ഡോർഫ് പാരൻറ്റ്. നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് ഒരു ടോളിനെയും ഡോർഫിനെയും ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള F1 ജനറേഷൻ എന്തായിരുന്നു? ടോളായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നിട്ട് ആ ടോളിനെ തന്നെ വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് എങ്ങനെയായിരുന്നു? 3:1 റേഷ്യോയിൽ ടോൾ ഈസ് ടു ഡോർഫ് കിട്ടിയിട്ടുണ്ട്. ഇനി മെൻ്റൽ ആ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത ശേഷം ഇതൊരു സിംബോളിക്കലായിട്ട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്രോസ്. നോക്കാം. അദ്ദേഹം എടുത്ത ഫസ്റ്റ് പാരൻ്റ് ഒരു ടോൾ പാരൻ്റ്, എന്തോ പാരൻ്റൽ പ്ലാന്റ്സ് ആണ്. പാരൻ്റൽ പ്ലാന്റ്സ് ഒന്ന് ടോളും ഒന്ന് ഡോർഫും ആയിരുന്നു. ടോളാണ് ഡോമിനൻ്റ് ട്രൈറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ്സായി വന്ന ക്യാരക്ടർ എന്തായിരുന്നു? ടോളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാണപ്പെടുന്ന ഡോമിനൻ്റ് ട്രൈറ്റ്, ഡോമിനൻ്റ് ആയിരിക്കുന്ന ക്യാരക്ടർ എന്താണ്? ടോളാണ്. അതുകൊണ്ട് അദ്ദേഹം ടോളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ടി എന്നൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ദെൻ ഡോർഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്മോൾ ടി എന്ന് കൊടുത്തു. ഇവിടെ ഒരിക്കലും സ്മോൾ ഡി അല്ല കൊടുത്ത് ഡോർഫിന്. ഏത് ലെറ്ററാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ തന്നെ 2 വെറൈറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ കൊടുക്കുകയാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ട്. ആ ജീനാണ് ടി എന്ന് ആലോചിക്കുക, ടി. ആ ജീനിൻ്റെ 2 വെറൈറ്റീസാണ്, 2 ഫോംസ് ആണ് എന്ത്? അല്ലീൽസ് എന്ന് പറയും. ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞാണ് ദി അല്ലീൽസ്. ഇവിടെ നോക്കിയേ, ദി അല്ലീൽ ടി റെപ്രസെൻറ്റ്സ് ടോൾ ആൻഡ് ദി അല്ലീൽ സ്മോൾ ടി റെപ്രസെൻറ്റ്സ് ഡോർഫ്. പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്കറിയാം, ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും സൈഗോട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ ഗമേറ്റുകളെ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെയിലിൻ്റെ കേസിലാണെങ്കിൽ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലാണെങ്കിൽ സ്പേം മെയിൽ ഗമേറ്റ് ആണ്. ദെൻ ഓം എന്ന് പറയുന്നത് ഫീമെയിൽ ഗമേറ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സൈഗോട്ട് ഉണ്ടാവും, ഒരു പുതിയ ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മെയിൽ പാരൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഫീമെയിൽ പ്ലാന്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യും? ഓരോ ഗമേറ്റുകളെ കൊടുക്കും. ആ ഗമേറ്റുകൾ നമ്മൾ ഇവിടെ റൗണ്ടായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തതാണ് ഗമേറ്റ്. ഇവിടെ 2 എണ്ണം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫാദറിൻ്റെ ഹാഫ് ക്രോമസോംസ് നമ്മൾ എടുക്കുള്ളൂ. ഇവിടെ നോക്കി, ഇതിന് നേരെ ഹാഫ് ക്രോമസോം കൊടുത്തു. ഇതാ ഈ ഗമേറ്റിലേക്ക് കൊടുത്തു. ഇത് പോളനാണ്, പോളൻ ഗ്രെയിൻസിൽ പോളന് കൊടുത്തു. അപ്പോൾ ഈ പോളന് ക്യാപിറ്റൽ ടി ആയിരിക്കും ഉണ്ടാവുക. കാരണം അത് മെയിൽ പാരൻറ്റ്, മെയിലോട്ട് ഫീമെയിൽ ഒന്നും കുഴപ്പമില്ല. ഇത് മെയിലായാലും കുഴപ്പമില്ല, ഫീമെയിലും കുഴപ്പമില്ല, ഒരു വിഷയമില്ല. അപ്പോൾ ഈ ഫസ്റ്റ് പാരൻറ്റ് എന്ത് ചെയ്തു? അതിനൊരു ക്യാപിറ്റൽ ടി കൊടുത്തു. ആ സെയിം ടൈം തൊട്ടടുത്ത് മറ്റ് പാരൻറ്റ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാരൻറ്റ് അതിൻ്റെ ഗമേറ്റ് ആയിട്ടുള്ള സ്മോൾ ടി കൊടുത്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ 2 ഗമേറ്റുകൾ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഗമേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൗണ്ടിലാണ് റെപ്രസെൻ്റ് ചെയ്യുക ഗമേറ്റുകൾ. ഇനി ഈ ഗമേറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്ത് ഫ്യൂസ് ചെയ്തുണ്ടായിട്ടുള്ള 1ാം തലമുറ, ദ F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ ഏത് ടൈപ്പ് പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ, നേരിട്ട് കണ്ടാണ് എന്ത് മെൻ്റൽ. അപ്പോൾ അദ്ദേഹം ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് എങ്ങനെയായിരുന്നു? ടോൾ ആയിരുന്നു. ഓക്കെ, ടോൾ പ്ലാന്റ്. റെഡി? ഓക്കെ, ഇതാണ് മെൻ്റലിൻ്റെ ഫസ്റ്റ് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ ഇങ്ങനെയാണ്. ഇനി അദ്ദേഹം ചെയ്ത അടുത്ത പണി എന്താണ്? സെൽഫ് പോളിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ. മക്കളെ, നമ്മൾ ഇവിടെ പഠിച്ച ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സിംബോളിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ പിക്ചേഴ്സിലായിട്ട് ടോളും ഡോർഫൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ടോൾ ഡോർഫും പിക്ചറില്ല, പകരം ലെറ്റേഴ്സ് ഉപയോഗിച്ച് കാണിക്കുന്നത് മാത്രം. ഇനി സെൽഫ് പോളിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞു തന്നെ. ഇനി നമ്മുടെ പാരൻ്റ് ആരാണ്? ഇനി നമ്മുടെ പാരൻറ്റ് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മുടെ പാരൻറ്റ്. ഇതാ 2 പാരൻസ്, ഇത് പാരൻസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതാണ് നമ്മുടെ പാരൻസ്. ഇനി റെഡി? പാരൻസ്. ഈ പാരൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്. സെൽഫ് പോളിനേഷൻ മീൻസ് ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവും? മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും ഉണ്ടായിരിക്കും. മെയിൽ പാർട്ടും ഉണ്ടായിരിക്കും, ഫീമെയിൽ പാർട്ടും ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഒരു പ്ലാന്റ് തന്നെയുള്ള ഹൈബ്രിഡൈസേഷൻ, അവിടെ തന്നെ നടക്കുന്ന പോളിനേഷനാണ് എന്ത്? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ പോളിനേഷൻ നടത്തുന്നില്ല. ഒരൊറ്റ
ഒരൊറ്റ പ്ലാന്റത്തെ നടത്തുന്ന പോളിനേഷനാണ് എന്ത്? സെൽഫ് പോളിനേഷൻ. അത് എങ്ങനത്തെ പ്ലാന്റ്സിലേ പറ്റുള്ളൂ? ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരേ പ്ലാന്റിൽ തന്നെ 2 പാർട്ടും, മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും കാണപ്പെടുന്ന ഫ്ലവേഴ്സിൽ മാത്രമേ അങ്ങനെ കഴിയുള്ളൂ. അല്ലാതെ മെയിൽ ഫ്ലവർ വേറെയും ഫീമെയിൽ ഫ്ലവറും വേറെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കുണ്ട്. അങ്ങനത്തെ ഈ സെൽഫ് പോളിനേഷന് പറ്റില്ല. അവിടെ പറ്റുള്ളൂ ക്രോസ് പോളിനേഷനേ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് ഡീപ്ലി പറഞ്ഞുകൊള്ളൂ കേട്ടോ. സോ ഇത് അറിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് ക്ഷമിക്കാം. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ 1ാം തലമുറ ഈ F1 നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നതാ. സോ പാരൻസ്, ഇതാണ് നമ്മൾ പാരൻസ്. സെൽഫ് പോളിനേഷൻ്റെ പാരൻസ് ഇവരൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഗമേറ്റുകളെ ഫോം ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഗമേറ്റുകൾ എപ്പോഴും ഹാഫായിട്ടാണ് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ആവാം. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന പാരൻ്റിൽ നിന്ന് ഒരൊറ്റ ഗമേറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ? ഒരൊറ്റ ഗമേറ്റിനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, അതേപോലത്തെ സ്മോൾ ടി എന്നുള്ള പാരൻ്റിൽ നിന്ന് ഒരൊറ്റ ഗമേറ്റ് മാത്രം ഉണ്ടാക്കി. ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലീൽസാണ്. അപ്പോൾ 2 ഡിഫറെൻ്റ് അല്ലീൽസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ഒരു ഗമേറ്റായിട്ട് മാറി, ക്യാപിറ്റൽ ടി ഒരു ഗമേറ്റായിട്ട് മാറി, സ്മോൾ ടി മറ്റൊരു ഗമേറ്റായി മാറി. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് കേസിൽ ഇവിടെ നോക്കുക, ഇവിടെയും ക്യാപിറ്റൽ ടി വരും, ഇവിടെയും സ്മോൾ ടി വരും. സോ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇപ്പോൾ നമ്മുടെ ഗമേറ്റുകളായി. റെഡി? 2 പാരൻസും 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലീൽസ് കൊടുത്തു. ഒന്ന് ക്യാപിറ്റൽ ടി, ഒന്ന് സ്മോൾ ടി. 2 പാരൻസും സെയിം ആണ് കൊടുത്തത്, കാരണം സെൽഫ് പോളിനേഷൻ ആണല്ലോ. ഇനി നമുക്ക് വരുന്ന ഫ്യൂസ് ചെയ്യിപ്പിക്കാം. ആദ്യം ഈ ക്യാപിറ്റൽ ടിയും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ക്യാപിറ്റൽ ടിയും തമ്മിലാണ് ഫ്യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി പോകുന്ന ആ തലമുറയിലുള്ള പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി അതെന്തായിരിക്കും? ടോൾ പ്ലാന്റ് ആയിരിക്കും. റെഡി? അടുത്തത്, ഈ ക്യാപിറ്റൽ ടിയും തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ സ്മോൾ ടിയുമാണ് ഫ്യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ഇത് ഡോർഫായിരിക്കുമോ അതോ ടോളായിരിക്കുമോ? ഉറപ്പായിട്ട് ഇത് എന്തായിരിക്കും? ടോളായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണ്? യെസ്, ഇവിടെ സ്മോൾ ടി ഉണ്ട്. പക്ഷേ സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ടി ആണ് നിൽക്കുമ്പോൾ, ഡോമിനൻ്റ് ആൾ നിൽക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? അതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ആര് മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ? ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? എക്സ്പ്രസ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്തു. നോക്കാം നമുക്ക്. ഈ അടുത്ത് സ്മോൾ ടി. ഈ സ്മോൾ ടിയും ഇവിടെ കാണുന്ന ഈ ക്യാപിറ്റൽ ടിയുമാണ് ഫ്യൂസ് ചെയ്തതെങ്കിൽ ഇതിങ്ങനെ വരിക? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പോൾ സംശയം ഉണ്ടാവും, സ്മോൾ ടി ക്യാപിറ്റൽ ടിനെ എഴുതിക്കൂടെ എന്നുള്ള ഒരു നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, റൂൾസ് ഉണ്ടാവുമല്ലോ, വിചാരിച്ചാൽ മതി കേട്ടോ. സ്മോൾ ടി ക്യാപിറ്റൽ ടി അല്ല, പകരം ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്യൂസ് കഴിഞ്ഞു. ഇനി ഈ സ്മോൾ ടിയും ഈ സ്മോൾ ടിയുമാണെങ്കിൽ സ്മോൾ ടി ഇവിടെ പ്രത്യേകത എന്താ? ഇവിടെ ഇതും ടോളായിരിക്കും. കാരണം എന്താണ് പറഞ്ഞത്? ഇവിടെ ഇത് ഡോർഫിന് ഒരിക്കലും ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്? ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഡോർഫിന് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതും ടോൾ തന്നെ ആയിരിക്കും. ഇനി ഇവിടെ സ്മോൾ ടി രണ്ടും സ്മോൾ ടിയിലാണ്. ഡോമിനൻ്റ് ആയിട്ട് അടിച്ചമർത്താൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഇവിടെ ആർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് കിട്ടി? ഡോർഫ് പ്ലാന്റിന് ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് കിട്ടി. ഓക്കെ, ഇതാണ് മെൻഡലിൻ്റെ ക്രോസ്. ഇനി കൂട്ടുകാർക്ക് ഇത് വരയ്ക്കുന്നതിലൊരു പ്രയാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ആദ്യം ഇയാളെ ഉപയോഗിച്ച് മറ്റ് രണ്ടാൾ കല്യാണം കഴിപ്പിക്കാതാ. ഇയാളെ കല്യാണം കഴിച്ചു, ക്യാപിറ്റൽ ടി. ഇയാളെ അടുത്ത കല്യാണം കഴിപ്പിച്ചു, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇപ്പോൾ ഇയാളുടെ കല്യാണം കഴിഞ്ഞു. ഇയാൾ നിൽക്കട്ടല്ലേ, ഇയാൾ നമുക്കിതാ ആദ്യം ഇവനോട് കെട്ടിപ്പിക്കാം. അപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും, നമ്മൾ ആൻസർ കിട്ടും. ഓക്കെ, ഇത് 1-2 ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഇതുവരെ ബയോളജിയിൽ കാണാത്തൊരു വരയും ചിത്രം കാണുമ്പോൾ ഒരു അന്താളിപ്പ് ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് ഇതിനോട് ക്രേസ് തോന്നി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ പറയാം, ഇത് കാണുമ്പോഴേക്കും
ഇതെന്തോ വലിയ സംഭവമാണ്, ബയോളജി ഞാൻ ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഇല്ല, അത് കണ്ടതുപോലെ കണ്ണും മൂക്കൊക്കെ ആയിരുന്നു, ഇതെന്താണ് കുറേ വട്ടത്തിലിടുന്നു, അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കിനി കുറച്ചധികം പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ പാടി പാടി വരച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമേ ഇഷ്ടപ്പെട്ട് പഠിക്കുക കേട്ടോ. ഇനി പറഞ്ഞു തന്നെ കുട്ടികളെ, മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ സെൽഫ് പോളിനേഷനിൽ നമുക്കിവിടെ എത്ര ടോൾ കിട്ടി? യെസ്, 1 2 3 ടോൾ കിട്ടി. എത്ര ഡോർഫ് കിട്ടി? 1 ഡോർഫ്. 3:1 റേഷ്യോ. ഈ റേഷ്യോ തന്നെയല്ലേ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്? ഇതാ 3:1 റേഷ്യോ കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്. പിന്നെ ഈ വീഡിയോ ക്ലാസ്സിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും കേൾക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്, നമുക്ക് വീണ്ടും കേൾക്കണം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബാക്ക് അടിച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതിനെ വീണ്ടും പറയുന്നില്ല, വീണ്ടും പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ആർക്കും ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് കേട്ടാൽ മതി. ഓക്കെ, പറയൂ. ഇൻഡിക്കേറ്റേഴ്സ്, ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി പാരൻ്റൽ പ്ലാന്റ്സ്. പറഞ്ഞേ, എന്താണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? യെസ്, പുറമേക്ക് എക്സിബിറ്റ് ചെയ്യുന്ന, ഫിസിക്കലായിട്ട് പുറമേക്ക് കാണുന്ന ക്യാരക്ടേഴ്സ് ആണെന്ത്? എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണെന്ത്? ഫീനോടൈപ്പ്. എന്താണ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? ജീനോടൈപ്പ് മീൻസ് അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? ജീനോടൈപ്പ്. ഇവിടെ നോക്കാം, പാരൻ്റൽ പ്ലാന്റ്സ്. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, പാരൻ്റൽ പ്ലാന്റ്സ് ടോൾ ഉണ്ടായിരുന്നു. ആ പാരൻ്റൽ പ്ലാന്റ് പ്രത്യേകത ക്യാപിറ്റൽ ടി ആയിരുന്നു. മറ്റേ പാരൻ്റൽ പ്ലാന്റ് ഡോർഫ് ആയിരുന്നു. അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരുന്നു? സ്മോൾ ടി. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി പാരൻ്റൽ പ്ലാന്റ്സ്. പാരൻസ് ഒരാൾ ടോളാണ്, ഒരാൾ ഡോർഫാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം ആൻസേഴ്സ് വേറെ കളറിൽ. ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ആൻസറേ നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ആൻസർ. ഫീനോടൈപ്പ് ഏതാണ് ഇതിൽ? ഇതാണ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് മീൻസ് പുറമേ കാണുന്ന ക്യാരക്ടർ. ഒരാൾ ടോളാണ്, ഒരാൾ ഡോർഫാണ്. ഇനി ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി ടോള്, സ്മോൾ ടി ഡോർഫ്. സോ ഈ പുറമേ കാണുന്ന ക്യാരക്ടേഴ്സ് ആണെന്ത്? ഫീനോടൈപ്പ്. അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്? ജീനോടൈപ്പ്. ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ആൻസർ. ദെൻ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. വേറെ കളർ മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് അല്ലേ? പറഞ്ഞു തന്നെ, ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് എന്താ? പുറമേ കാണുന്ന ടൈപ്പ് എന്താ? ടോളാണ്. സോ ഇതാണ് അതിൻ്റെ ഫീനോടൈപ്പ്, ടോളാണ്. ഇനി ആ ടോള് മുകളിൽ കാണിച്ച ഈ ക്യാപിറ്റൽ ടി ടോളാണോ? അല്ല. അതിൻ്റെ ജീനോടൈപ്പ് എന്തുണ്ട്? വ്യത്യാസമാണ്. ഇതാണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഇന്നലെ ക്ലാസ് എത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ജീനോടൈപ്പും ഫീനോടൈപ്പും ശരിക്കും മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് കാണിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ പറയുകയാണ് ഞാനും ടോളാണ്, അപ്പോൾ ഈ പാരൻ്റ് പറയുകയാണ് ഞാനും ടോളാണ്, ഇയാളും ടോളാണ്. രണ്ടുപേരുടെയും ഫീനോടൈപ്പ് എന്താണ്? സിമിലർ ആണ്. പക്ഷേ ജീനോടൈപ്പ് എന്തല്ല? ഒരുപോലെയല്ല. പാരൻറ്റിൻ്റെ ജീനോടൈപ്പ് ടോൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി ആണ്. എന്നാൽ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ആയിട്ടുള്ള ടോൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതും ടോളാണ്. അപ്പോൾ ഒരാൾ പറയാണ് ടോൾ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ഏതാന്ന് പറഞ്ഞാൽ ഇതും ടോൾ തന്നെയാണ്, ഇതും ടോളാണ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ടോൾ പ്ലാന്റ് തന്നെയാണ്. റെഡി? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ജീനോടൈപ്പ് ഓഫ് ദി ടോൾ പാരൻറ്റ് ആൻഡ് ദി ഫസ്റ്റ് ജനറേഷൻ പാരൻറ്റ്. ഞാനിപ്പോൾ പറഞ്ഞ് നിർത്തിയുള്ള ക്വസ്റ്റ്യന് ജീനോടൈപ്പ് ഓഫ് ദി ടോൾ പാരൻറ്റ് ആൻഡ് ദി ഫസ്റ്റ് ജനറേഷൻ പാരൻറ്റ്. പറഞ്ഞോളൂ. ടോൾ പാരൻ്റൽ പ്ലാന്റ്, ഇവരുടെ ജീനോടൈപ്പ് എങ്ങനെയാണ്? ടോൾ പാരൻ്റൽ പ്ലാന്റ് ആണ്. പാരൻറ്റിൻ്റെ ടോളാണ്. ക്യാപിറ്റൽ ടി.
ഇതാ കണ്ടില്ലേ, ഇതാണ് പാരൻറ്റ്, ക്യാപിറ്റൽ ടി ടോള്. ഇനി ആൻഡ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഇതായി നിൽക്കുന്നു. ഫസ്റ്റ് ജനറേഷൻ അതും ടോൾ തന്നെയാണ്, പക്ഷെ ഡീനോടൈപ്പ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ദെൻ റേഷ്യോ ഓഫ് ദി ട്രേറ്റ്സ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ ഇതാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ അല്ലേ. ഈ സെക്കൻഡ് ജനറേഷനിലെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ടോളുണ്ട്, ഡോർഫുണ്ട്. അവരുടെ റേഷ്യോ എങ്ങനെയാണ് പറഞ്ഞോളൂ? റേഷ്യോ 3:1 റേഷ്യോ. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ആൻസറായി. ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പഠിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേണ്ട? ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതി വെക്കേണ്ട. ക്ലാസ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കുമല്ലോ. പിന്നീട് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഒറ്റയ്ക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റേഴ്സും ഇതുപോലെയുള്ള ഈ ഒരു വർക്ക്ഷീറ്റുകളും ഇല്യൂസ്ട്രേഷനും സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് തറവായിട്ട് നിൽക്കും മനസ്സിൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.